ശിവോറിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് KWN ക്വിക്ക് റിവിഷൻ സീരീസ് 8 ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിയണം സിവിലിന്റെ പോർഷൻസ് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് മെക്കാനിക്കലിന്റെ പോർഷൻസ് ആണ്. മെക്കാനിക്കലിന്റെ പോർഷൻസിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഷെയർ ചെയ്യാനുള്ളത് മൊഡ്യൂൾ 4ലുള്ള ബെൽറ്റ് ഡ്രൈവ് ആൻഡ് ഗിയർ ഡ്രൈവ് ആണ്. ബെൽറ്റ് ഡ്രൈവിൽ സിലബസിൽ പറഞ്ഞിട്ടുള്ളത് മെറ്റീരിയൽസ് ഓഫ് ബെൽറ്റ്, സ്ലിപ്പ്, ക്രീപ്പ്, വെലോസിറ്റി ഓഫ് ബെൽറ്റ്, ആർക്ക് ഓഫ് കോണ്ടാക്ട്, പിന്നെ അതുപോലെ തന്നെ വി ബെൽറ്റ്, വെലോസിറ്റി, പുള്ളി റേഷ്യോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ഗിയർ ഡ്രൈവിലേക്ക് വരുന്ന സമയത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗിയേഴ്സ്, കാസ്റ്റ് ഗിയേഴ്സ് ആൻഡ് മെഷീൻ ഗിയേഴ്സ്, നോളജ് ഓഫ് പ്രൊഫൈൽ ഓഫ് ഗിയേഴ്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് നിങ്ങൾ മാക്സിമം ഈ ഒരു പോർഷൻസ് പഠിച്ചിട്ട് വന്നിട്ട് ഈ ഒരു റിവിഷൻ ക്ലാസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ കുറച്ച് സ്പീഡായിട്ട് നമ്മൾ മാക്സിമം ഷോർട്ടായിട്ടായിരിക്കും ക്ലാസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാനുള്ളത് ബെൽറ്റ് ഡ്രൈവ് ആണ് അല്ലെ. അപ്പൊ ബെൽറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോ ഈ ഒരു സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളതിൽ ബെൽറ്റ് ഡ്രൈവ് ഉണ്ട് അല്ലെ. അപ്പൊ ബെൽറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒന്നിക്കൽ നമ്മൾ ബെൽറ്റോ അല്ലെങ്കിൽ റോപ്പോ ഉപയോഗിച്ചിട്ട് ഒരു ഷാഫ്റ്റിൽ നിന്നും മറ്റൊരു ഷാഫ്റ്റിലേക്ക് പുള്ളിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അല്ലെ, ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ ഒരു ബെൽറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് അല്ലെ. ഈ ഒരു പുള്ളി എന്ന് പറയുന്നത് ഒന്നിക്കൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള സ്പീഡിലോ അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള സ്പീഡിലോ കറങ്ങാവുന്നതാണ്. അപ്പം അതിനെയാണ് നമ്മൾ ബെൽറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് സിമ്പിൾ ആയിട്ട് പറയുന്നത്. അതായത് പവർ ട്രാൻസ്മിഷൻ യൂസിങ് ബെൽറ്റ് ആൻഡ് പുള്ളി യൂസ്ഡ് ബിറ്റ്വീൻ ടു ഷാഫ്റ്റ്സ് അല്ലെ. അപ്പം അതിനെയാണ് നമ്മൾ ബെൽറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ഇവിടെ ഇമേജിൽ നോക്കാം, ഇതാണ് ബെൽറ്റ് ഡ്രൈവ്. പിന്നെ അതുപോലെ തന്നെ ഡ്രൈവ് പുള്ളി ഉണ്ട്, പിന്നെ അതിന്റെ ആ ഒരു സെൻട്രൽ ഡിസ്റ്റൻസും ഉണ്ട് അല്ലെ. അപ്പം ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ ഈ ഒരു ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ടൈപ്സ് ആണല്ലേ നോക്കാനുള്ളത്. ടൈപ്സ് ഓഫ് ബെൽറ്റ്. ടൈപ്സ് ഓഫ് ബെൽറ്റിൽ നമുക്ക് ഫ്ലാറ്റ് ബെൽറ്റ് ഉണ്ട്, അതുപോലെ തന്നെ വി ബെൽറ്റ് ഉണ്ട്, സർക്കുലർ റോപ്പ് ബെൽറ്റും ഉണ്ട്. ഇതിലിപ്പോ ഫ്ലാറ്റ് ബെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഒരു മോഡറേറ്റ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലാറ്റ് ബെൽറ്റ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ രണ്ട് പുള്ളികൾ തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് എത്രയായിരിക്കും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 മീറ്റർ ആയിരിക്കണം എന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ ഇത് എവിടെയാണ് അധികം യൂസ് ചെയ്യുന്നത്, ഫാക്ടറികളിലും അതുപോലെ തന്നെ വർക്ക്ഷോപ്പുകളിലും ഒക്കെയാണ്. നമ്മൾ നോട്ട് ആഡ് ചെയ്തിട്ടില്ല, നിങ്ങൾ ഓർത്ത് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ബുക്ക് വെച്ചിട്ടാണ് ഈ ഒരു കാര്യം ക്ലാസ് കേൾക്കുന്നതെങ്കിൽ അവിടെ എഴുതി വെക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് വി ബെൽറ്റ് എന്ന് പറയുന്നത് അല്ലെ. വി ബെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ പ്രഷർ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഷോർട്ട് ഡിസ്റ്റൻസ് ആയിരിക്കണം. ഷോർട്ട് ഡിസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ ഈ ഒരു വി ബെൽറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ തേർഡ് വൺ ആണ് റോപ്പ് ബെൽറ്റ് അല്ലെ. റോപ്പ് ബെൽറ്റ് ആണെങ്കിൽ നമ്മൾ കൂടുതൽ പവർ കൺവേർട്ട് ചെയ്യേണ്ടിയിട്ടാണ്, കൈമാറേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റോപ്പ് ബെൽറ്റ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു പുള്ളികൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 5 മീറ്റർ ആണെങ്കിലാണ് നമ്മൾ ഈ ഒരു റോപ്പ് ബെൽറ്റ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റോപ്പ് ബെൽറ്റിന്റെ ആ ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഒരുപാട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നിലധികം റോപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. അപ്പം അതാണ് നമുക്ക് ടൈപ്പ് ഓഫ് ബെൽറ്റിൽ ഫ്ലാറ്റ്, വി ബെൽറ്റ്, റോപ്പ് ബെൽറ്റ് എന്ന് പറഞ്ഞിട്ട് 3 ബെൽറ്റാണ് നമുക്ക് നോക്കാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ബെൽറ്റ് ഡ്രൈവിന്റെ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഉപകാരം, അഡ്വാൻറ്റേജസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു നോർമൽ മെത്തേഡിൽ നമുക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് അല്ലെ. ഇതുപോലെ ഒരു ബെൽറ്റ് യൂസ് ചെയ്തിട്ട് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്സ്പെൻസ് കുറവാണ്. അതുപോലെ ഇതിന്റെ മെയിൻ്റനൻസും സിമ്പിൾ ആണ് കേട്ടോ. അപ്പം അത്രയും കാര്യങ്ങൾ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജസ് ആയിട്ട് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ, ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ബെൽറ്റ് ഡ്രൈവിൽ ഓർക്കാനുള്ള സാധനം എന്ന് പറഞ്ഞാൽ ബെൽറ്റിന്റെ മെറ്റീരിയൽസ് ആണ്. ഏതൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ബെൽറ്റ് ഡ്രൈവ് നിർമ്മിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഓർക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ലെതർ ബെൽറ്റ്. ലെതർ ബെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലാറ്റ് ബെൽറ്റ് പറഞ്ഞില്ലേ, അതിന് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ് ഈ ഒരു ലെതർ ബെൽറ്റ് എന്ന് പറയുന്നത്. സ്ട്രോങ് ആണ്, അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗും ആയിട്ടുള്ളതാണ് ഈ ഒരു ലെതർ ബെൽറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് സിംഗിൾ ആയിട്ട്, ഡബിൾ ആയിട്ട്, ട്രിപ്പിൾ പ്ലൈ രൂപത്തിലൊക്കെ അവൈലബിളും ആണ്. അപ്പം ലെതർ സ്ട്രോങ് ആൻഡ് ഡ്യൂറബിൾ എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ സെക്കൻഡ് വൺ ആണ് കോട്ടൺ ഓർ ഫാബ്രിക് ബെൽറ്റ്. കോട്ടൺ ഓർ ഫാബ്രിക് ബെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീപ്പാണ്, അതായത് എക്സ്പെൻസ് കുറവാണ്. അതുപോലെ തന്നെ
ഡാംപ് ക്ലൈമറ്റ്സിൽ അതുപോലെ തന്നെ ചൂടുള്ള ക്ലൈമറ്റ്സിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ ഇത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഫാം മെഷീനറി, ബെൽറ്റ് കൺവേയേഴ്സിലൊക്കെയാണ് നമ്മൾ ഈ ഒരു കോട്ടൺ ഓർ ഫാബ്രിക്സ് യൂസ് ചെയ്യുന്നത്. ചീപ്പ്, സ്യൂട്ടബിൾ ഫോർ ഡാംപ് ക്ലൈമറ്റ്സ് എന്ന് ഓർത്ത് വെക്കാം. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് റബ്ബർ ബെൽറ്റ് ആണ് അല്ലെ. റബ്ബർ ബെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റബ്ബർ തന്നെ അറിയാലോ, കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതാണ് അല്ലെ. അത് തന്നെയാണ് ഇവിടെ ഒരു പോയിന്റ്. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു റബ്ബർ ബെൽറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് നമ്മളിപ്പം ചൂടുള്ള സ്ഥലങ്ങൾ, അതുപോലെ തന്നെ ഓയിൽ, ഗ്രീസ് എന്നിവയായിട്ടൊക്കെ കോണ്ടാക്ട്സ് വരുന്ന സ്ഥലങ്ങളിൽ നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കേടായി പോകും അല്ലേ. അപ്പം അതും കൂടെ ഓർത്ത് വെക്കുക. ഇത് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സോമിൽസ് അതുപോലെ തന്നെ പേപ്പർ മിൽസിലൊക്കെയാണ് നമ്മൾ റബ്ബർ ബെൽറ്റ് യൂസ് ചെയ്യുന്നത്. റബ്ബർ ഫ്ലെക്സിബിൾ ആണ്, മോയ്സ്ചർ റെസിസ്റ്റന്റ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ നോക്കാനുള്ളതാണ് ബാലറ്റ ബെൽറ്റ്. ബാലറ്റ ബെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ റബ്ബറിന് പകരം ബാലറ്റ ഗമ്മ് ഉപയോഗിച്ച് നിർമ്മിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ബാലറ്റ ബെൽറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ബെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിഡ് പ്രൂഫ് ആണ്, അതുപോലെ തന്നെ വാട്ടർ പ്രൂഫും ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഇതിൽ ആനിമൽ ഓയിൽസ്, ആൽക്കലീസ് ഒന്നും എഫക്ട് ചെയ്യില്ല ഈ ഒരു ബാലറ്റ ബെൽറ്റിൽ, അതും കൂടെ ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറച്ചുകൂടെ പറഞ്ഞിട്ടുള്ള റബ്ബർ ബെൽറ്റിനേക്കാളും 25% സ്ട്രോങ്ങറുമാണ് ഈ ഒരു ബെൽറ്റ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ബട്ട് നോട്ട് സ്യൂട്ടബിൾ ഫോർ എബോവ് 40 ഡിഗ്രി സെൽഷ്യസ് അല്ലെ, അതായത് 40 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സോഫ്റ്റ് ആവുക, ഒട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പം അതാണ് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അല്ലെ. അപ്പം ഇത്രയാണ് നമുക്ക് ബെൽറ്റിലുള്ള മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ലെതർ, കോട്ടൺ, റബ്ബർ, ബാലറ്റ എന്നൊക്കെയാണ് നമുക്ക് വരുന്നത്. അപ്പം ഇത് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള ബെൽറ്റിലുള്ള കുറച്ച് ടേംസ് ആണ് സ്ലിപ്പ്, ക്രീപ്പ്, അതുപോലെ തന്നെ ആർക്ക് ഓഫ് കോണ്ടാക്ട് അല്ലേ. അപ്പൊ ഇത് മൂന്നും നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഫസ്റ്റ് സ്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ സ്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരുന്നത്? നമ്മളിപ്പോ പറഞ്ഞു ബെൽറ്റും അതുപോലെ തന്നെ നമ്മൾ പുള്ളിയും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബെൽറ്റിന്റെയും പുള്ളിന്റെയും ഇടയിലുള്ള ഫ്രിക്ഷൻ കുറയുമ്പം ഉണ്ടാവുന്ന ആ ഒരു വഴുക്കല്ലേ, അപ്പം അതിനെയാണ് നമ്മൾ ഈ ഒരു സ്ലിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ടേം വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് വെലോസിറ്റി റേഷ്യോ കുറയ്ക്കുന്നു എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അപ്പം ഇതെന്താണ്? സ്ലിപ്പ് ഒക്കേഴ്സ് ഡ്യൂ ടു ഇൻസഫിഷ്യന്റ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ബെൽറ്റ് ആൻഡ് പുള്ളി എഫക്ട്സ് റെഡ്യൂസ് വെലോസിറ്റി എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക, എക്സാമിന് ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ ബെൽറ്റിന്റെ ക്രീപ്പ് ആണെങ്കിലോ, ഈ ഒരു ഇമേജിൽ നോക്കിക്കഴിഞ്ഞാൽ ക്രീപ്പ് മനസ്സിലാവും. ഇവിടെ ടൈറ്റ് സൈഡും അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാം, ടൈറ്റ് സൈഡും അതുപോലെ തന്നെ സ്ലാക്ക് സൈഡും കാണുന്നില്ലേ? ഈ ഒരു ടൈറ്റ് സൈഡിന്റെയും സ്ലാക്ക് സൈഡിലെയുമുള്ള ടെൻഷന്റെ ഡിഫറൻസ് കാരണം ബെൽറ്റ് ഒരു ചെറിയ തോതിൽ മൂവ് ആവും. അപ്പം അതിനെയാണ് ചെറിയ തോതിൽ ഇങ്ങനെ നീങ്ങിപ്പോവും. അപ്പം അതിനെയാണ് നമ്മൾ ഈ ഒരു ബെൽറ്റ് ക്രീപ്പ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഒരു ചെറിയൊരു പെർസെൻറ്റേജ് ആയതുകൊണ്ട് നമ്മൾ നോർമലി നെഗ്ലക്ട് ചെയ്യാണ് ചെയ്യുക. ബട്ട് ക്രീപ്പ് എന്താണ്? നമുക്ക് എക്സാം ബേസ്ഡ് ആവശ്യമാണ്. എന്താണ്? ക്രീപ്പ് ഈസ് കോസ്ഡ് ബൈ അൺഈക്വൽ ബെൽറ്റ് ട്രാൻസിഷൻ ഓൺ ദ ടൈറ്റ് ആൻഡ് സ്ലാക്ക് സൈഡ്സ്, യൂഷ്വലി വെരി സ്മോൾ ആൻഡ് ഓഫ്റ്റൻ നെഗ്ലക്റ്റഡ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളതാണ് ആർക്ക് ഓഫ് കോണ്ടാക്ട്. ആർക്ക് ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ ഒരു ചെറിയ പുള്ളിയിൽ അല്ലെങ്കിൽ സ്മോളർ പുള്ളിയിലുള്ള ബെൽറ്റ് ടച്ച് ചെയ്യുന്ന ആ ഒരു കോണിനെയാണ് നമ്മൾ ആർക്ക് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ആർക്ക് ഓഫ് കോണ്ടാക്ട് എന്നുള്ളത് എന്താണ്? സ്മോളർ പുള്ളിയിൽ ബെൽറ്റ് ടച്ച് ചെയ്യുന്ന ആ ഒരു കോണിനെയാണ് നമ്മൾ ആർക്ക് ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ഈ ഒരു ആർക്ക് ഓഫ് കോണ്ടാക്ടിന്റെ ഐഡിയൽ റേഞ്ച് എന്ന് പറയുന്നത് 90 to 170 ഡിഗ്രി ആയിരിക്കണം എന്നുള്ളതും കൂടെ അറിഞ്ഞിരിക്കുക. ഓക്കെ, ക്യാൻ ബി ഇൻക്രീസ്ഡ് യൂസിങ് ആൻ ഐഡിയൽ പുള്ളി എന്നും കൂടെ നോക്കുക. അതുപോലെ ഈ ഒരു രണ്ട് പുള്ളിയും തമ്മിലുള്ള അല്ലെങ്കിൽ ഈ രണ്ട് പുള്ളികളും ഒരേ വലുപ്പമാണെങ്കിൽ ആർക്ക് ഓഫ് കോണ്ടാക്ട് 180 ഡിഗ്രിയും ആയിരിക്കും. നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ആർക്ക് ഓഫ് കോണ്ടാക്റ്റിലുള്ളത് ആംഗിൾ കവേർഡ് ബൈ ദ ബെൽറ്റ് ഓൺ ദ സ്മോളർ പുള്ളി. അതുപോലെ തന്നെ ഐഡിയൽ റേഞ്ച് 90 to 170 ഡിഗ്രിയാണ്. ക്യാൻ ബി ഇൻക്രീസ്ഡ് യൂസിങ് ആൻ ഐഡിയൽ പുള്ളി എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളതാണ് ഈ ഒരു പുള്ളി എന്നുള്ളതിന്റെ ഡെഫിനിഷൻ. അത് നമ്മൾ
എടുത്ത് എഴുതിയിട്ടുള്ളതാണ്. എ പുള്ളി ഈസ് എ വീൽ യൂസ്ഡ് വിത്ത് ബെൽറ്റ് ഓർ റോപ്പ് ടു ട്രാൻസ്മിറ്റ് പവർ അല്ലെ. അതായത് ബെൽറ്റുകളോ കയറുകളോ ഉപയോഗിച്ചിട്ട് ഒരു ഷാഫ്റ്റിൽ നിന്നും മറ്റൊരു ഷാഫ്റ്റിലേക്ക് ശക്തി കൈമാറാൻ ഉപയോഗിക്കുന്ന ഒരു ഘടകം അല്ലെ, അതിനെയാണ് നമ്മൾ പുള്ളി എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. പുള്ളി ഉണ്ടാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് അറിയോ? കാസ്റ്റ് അയോൺ, റോട്ട് അയോൺ, സ്റ്റീല്, വുഡ്, പ്ലാസ്റ്റിക് ഇതൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ പുള്ളിന്റെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് വരുന്നത് ഏതൊക്കെയാണ്? ഹബ്ബ്, അതുപോലെ തന്നെ ആം, പിന്നെ അതുപോലെ തന്നെ റിം, ഇതൊക്കെയാണ് വരുന്നത്. എന്തൊക്കെയാണ്? ഹബ്ബ്, ആം, റിം ഒക്കെയാണ് പുള്ളിയിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് വരുന്നതെന്നും കൂടെ ഓർത്ത് വെക്കുക. പിന്നെ ഇവിടെ നമുക്ക് നോക്കാനുള്ള വേറൊരു കാര്യമാണ് ബെൽറ്റ് ഡ്രൈവിന്റെ വെലോസിറ്റി റേഷ്യോ അല്ലെ. വെലോസിറ്റി റേഷ്യോ നമുക്ക് നോക്കാനുള്ളത്. വെലോസിറ്റി റേഷ്യോ എങ്ങനെയാണ്? N2 ഡിവൈഡഡ് ബൈ N1 ആണ് കേട്ടോ വരിക, അല്ലെങ്കിൽ D1 ഡിവൈഡഡ് ബൈ D2. N1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവർ പുള്ളി, അതുപോലെ തന്നെ അതായത് സ്പീഡ് ഓഫ് ഡ്രൈവർ പുള്ളി ടു. N2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രിവൺ പുള്ളിയുടെ വേഗം. ഇപ്പം ഡ്രൈവർ ഡ്രിവൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഇമേജിൽ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഡ്രിവൺ പുള്ളി, ഇതാണ് ഡ്രൈവ് പുള്ളി. അപ്പം ഇതിൽ നമ്മൾ N1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രൈവർ പുള്ളിയുടെ സ്പീഡ്. N2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രിവൺ പുള്ളിയുടെ സ്പീഡ്. അതുപോലെ തന്നെ D1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവർ പുള്ളിയുടെ ആ ഒരു ഡയമീറ്റർ. D2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രിവൺ പുള്ളിയുടെ ആ ഒരു ഡയമീറ്ററിനെയാണ് നമ്മൾ D2 എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഇക്വേഷനും കൂടെ ഓർത്ത് വെക്കുക. ഇൻ കേസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ പ്രോബ്ലംസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ ഇതിന്റെ തിക്നെസ്, ഈ ഒരു ബെൽറ്റിന്റെ തിക്നെസ്സും കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻ കേസ് അങ്ങനെ ആകുമ്പോൾ ഇക്വേഷൻ വരെ N2 by N1 ഈസ് ഈക്വൽ ടു D1 പ്ലസ് T ഡിവൈഡഡ് ബൈ D2 പ്ലസ് T എന്ന് പറഞ്ഞിട്ടാണ് വരിക. അപ്പൊ അതും കൂടെ അറിഞ്ഞിരിക്കുക. അപ്പൊ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു ബെൽറ്റിലെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ചെയിൻ ഡ്രൈവ് ആണ്. ചെയിൻ ഡ്രൈവിലേക്ക് വരുന്ന സമയത്ത് ചെയിൻ ഡ്രൈവ് എന്താണ് ചെയ്യുന്നത്? സെയിം ഒരു ഷാഫ്റ്റിൽ നിന്നും മറ്റൊന്നിലേക്ക് ഇതുപോലെ തന്നെ പവർ ചെയിൻ ഉപയോഗിച്ചിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ചെയിൻ ഡ്രൈവ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഇമേജിൽ കാണിച്ചിട്ടുള്ളത് പോലെ അല്ലെ, ഒരു ചെയിൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ചെയിൻ ഡ്രൈവ് എന്ന് പറയുന്നത്. ട്രാൻസ്മിറ്റ് പവർ യൂസിങ് എ ചെയിൻ ആൻഡ് സ്പ്രോക്കറ്റ്സ് ആണ്. യൂസ്ഡ് ഫോർ ലോങ് സെൻട്രൽ ഡിസ്റ്റൻസ് ആൻഡ് ഗിയേഴ്സ് ആണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് പോസിറ്റീവ് ഡ്രൈവ് ബിക്കോസ് നോ സ്ലിപ്പ് ഒക്കേഴ്സ്. അതുപോലെ തന്നെ സ്യൂട്ടബിൾ ഫോർ ട്രാൻസ്മിറ്റിംഗ് ഹൈ പവർ ആണ് എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. എക്സാമ്പിൾസ് ആണ് നമ്മൾ സൈക്കിളിലൊക്കെ യൂസ് ചെയ്യുന്നത് അല്ലെ, ബൈസിക്കിൾസിൽ, മോട്ടോർ സൈക്കിൾസിൽ, ഇൻഡസ്ട്രിയൽ മെഷീൻസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ചെയിൻ ആണ് അല്ലെ. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവും. അപ്പൊ അത് വെച്ചിട്ട് ഓർത്ത് വെക്കുക. അപ്പം എന്തൊക്കെയാണ് ചെയിൻ ഡ്രൈവിൻ്റെത്? നമ്മൾ ഒരു മെയിൻലി നമ്മൾ ഈ ബെൽറ്റിൽ ചെയ്യുന്നത് പോലെ തന്നെ ചെയിൻ യൂസ് ചെയ്തിട്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയിൻ ഡ്രൈവ് എന്ന് പറയും. ഇതിലുള്ള ടൈപ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ റോളർ ചെയിൻ, സൈലന്റ് ചെയിൻ, ലീഫ് ചെയിൻ, ഫ്ലാറ്റ് ടോപ്പ് ചെയിൻ, എഞ്ചിനീയർ സ്റ്റീൽ ചെയിൻ, ഇത്രയും ചെയിനാണ് വരുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് വെലോസിറ്റി റേഷ്യോ ഓഫ് ചെയിൻ ഡ്രൈവ് ആണ് നോക്കാനുള്ളത്. വെലോസിറ്റി റേഷ്യോന്റെ ഇക്വേഷൻ വരുന്നത് എന്താണ്? ടീത്ത് ഓൺ ഡ്രൈവർ സ്പോക്കറ്റ്, ടീത്ത് ഓൺ ഡ്രിവൺ സ്പോക്കറ്റ്, അല്ലെങ്കിൽ ഡ്രൈവർ സ്പോക്കറ്റിലെ ടീത്തും അതുപോലെ തന്നെ ഡ്രിവൺ സ്പോക്കറ്റിലെ ടീത്തും തമ്മിലുള്ള ആ ഒരു റേഷ്യോ ആണ് നമ്മൾ ഈ ഒരു വെലോസിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. കമ്പയർ ടു ബെൽറ്റ് ഡ്രൈവ് ഇതിൽ സ്ലിപ്പ് ഇല്ല അല്ലെ, അതുകൊണ്ട് തന്നെ ചെയിൻ ഡ്രൈവിൽ കറക്റ്റ് ഒരു വെലോസിറ്റി റേഷ്യോ നമുക്ക് കിട്ടുന്നതാണ്. ഇതിൽ കീ പോയിന്റ്സ് ആണ് നോ സ്ലിപ്പ് ഒക്കേഴ്സ്, ഗിവൺ ആക്യുറേറ്റ് സ്പീഡ് റേഷ്യോ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ നമ്പർ ഓഫ് ടീത്ത് ആണ് അല്ലെ. അപ്പം അതും കൂടെ അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഗിയർ ഡ്രൈവ് ആണ് അല്ലെ. ഗിയർ ഡ്രൈവിൽ എന്താണ് ചെയ്യുന്നത്? ട്രാൻസ്മിറ്റ് പവർ യൂസിങ് മെഷിംഗ് ഗിയേഴ്സ് യൂസ് ചെയ്തിട്ടാണ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഗിയർ ഡ്രൈവ് എന്ന് പറയുന്നത്. പ്രൊവൈഡ്സ് പോസിറ്റീവ് പവർ ട്രാൻസ്മിഷൻ, നോ സ്ലിപ്പ് ബിറ്റ്വീൻ ഗിയേഴ്സ് ആണ്, ഹൈ എഫിഷ്യൻസി ആൻഡ് ആക്യുറേറ്റ് സ്പീഡ് റേഷ്യോ ആണ്, യൂസ്ഡ് വേർ പ്രിസൈസ് മോഷൻ ഈസ് റിക്വയർഡ് അല്ലെ. പ്രിസൈസ് മോഷൻ റിക്വയർഡ് ആയിട്ടുള്ള ഏരിയയിലാണ് നമ്മൾ ഈ ഒരു ഗിയർ ഡ്രൈവ് യൂസ് ചെയ്യുന്നത്. എന്താണ്? ഒരു ഷാഫ്റ്റിൽ നിന്നും മറ്റൊരു ഷാഫ്റ്റിലേക്ക് ഗിയറുകളുടെ സഹായത്തോടു കൂടെ ഈ ഒരു പവറും അതുപോലെ തന്നെ റോട്ടറി മോഷനും കൈമാറുന്ന ആ ഒരു സംവിധാനത്തിനെയാണ് നമ്മൾ ഗിയർ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ ഒരു
ഇവിടെ ഇങ്ങനെയുള്ള ഈ ഒരു പോർഷനിൽ പുറത്തൊരു ടീത്ത് പോലെ കൊടുക്കുന്നുണ്ട് അല്ലെ. ആ ഒരു ടീത്ത് കൊടുക്കുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സ്ലിപ്പ് ഒഴിവാക്കാനാണ് അല്ലെ. അപ്പം ഇതാണ് ഗിയർ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്, നോക്കി വെക്കുക. പിന്നെ ഗിയർ ഡ്രൈവിലേക്ക് വരുന്ന സമയത്ത് അതിന്റെ ടൈപ്സ് ആണ് സ്പോർ ഗിയർ, ഹെലിക്കൽ ഗിയർ, ബിവൽ ഗിയർ, വോം ആൻഡ് വോൺ ഗിയർ, സ്പൈറൽ ഗിയർ, റാക്ക് ആൻഡ് പിനിയൻ ഗിയർ. ഇത്രയും ഗിയേഴ്സ് ടൈപ്പ് ഓഫ് ഗിയേഴ്സിൽ വരുന്നുണ്ട്. അപ്പം ഗിയറിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, പിക്ചർ വെച്ചിട്ട് കാണിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് നോക്കി ക്ലിയർ ആക്കാം. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. ബെൽറ്റ്, ചെയിൻ, ഗിയർ എന്ന് പറഞ്ഞ് കണക്ട് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ഈ ഒരു പോർഷൻ സിമ്പിൾ ആയിട്ട് തോന്നുന്നുണ്ടാവും അല്ലെ. ഇനി നമുക്ക് നെക്സ്റ്റ് സ്പർ ഗിയറിനെ കുറിച്ച് നോക്കാം. സ്പർ ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരലൽ ഷാഫ്റ്റുകൾക്കിടയിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ഗിയറിനെയാണ് നമ്മൾ സ്പർ ഗിയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോൺസ്റ്റന്റ് വെലോസിറ്റി റേഷ്യോ ആണ് ഇവിടെ ഉണ്ടാവുക. അതുപോലെ തന്നെ പവർ ലോസ് വരുന്നത് 1% താഴെയായിരിക്കും എന്നുള്ളതും ഓർത്ത് വെക്കുക. പവർ ലോസ് കുറവായത് കൊണ്ട് തന്നെ ഇതിന്റെ എഫിഷ്യൻസി ഹൈ ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ മെയിൻ്റനൻസ് കുറവാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ് അല്ലെ. എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഗിയർ ബോക്സ്, മെഷീൻ ടൂൾസ്, ക്ലോക്സ് ആൻഡ് ഓട്ടോമൊബൈൽസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് സ്പർ ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ്ഡ് ബിറ്റ്വീൻ പാരലൽ ഷാഫ്റ്റ്സ് ആണ്, ടീത്ത്സ് ആർ സ്ട്രെയിറ്റ് ആൻഡ് പാരലൽ ടു ദ ഷാഫ്റ്റ് ആണ്, ഹൈ എഫിഷ്യൻസി ആണ്, കോമ്പാക്ട് ആൻഡ് ഈസി ടു മെയിൻറ്റെയിൻ ആണ്, യൂസ്ഡ് ഇൻ ഗിയർ ബോക്സ്, മെഷീൻ ടൂൾസ്, ക്ലോക്സ്, ഓട്ടോമൊബൈൽസ്, വാച്ചുകൾ ഒക്കെ ഇതിൽ എഴുതാൻ പറ്റുന്നതാണ്. മോട്ടോ കാസിലൊക്കെ നമ്മളത് യൂസ് ചെയ്യാറുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് സ്പർ ഗിയറിന്റെ ഒരു ഇമേജ് ആണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. വേണമെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടൊന്ന് നോക്കുക. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയുന്നില്ല, വേണമെങ്കിൽ നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്തിട്ട് നോക്കുക. പിന്നെ നമുക്ക് സെക്കൻഡ് നോക്കാനുള്ളതാണ് ഹെലിക്കൽ ഗിയർ. ഹെലിക്കൽ ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ടീത്ത് ഉണ്ടാവുന്നത് ഒരു ഹെലിക്കൽ, അതായത് നേരായിട്ടുള്ള ഇതിലായിരിക്കില്ല, ഒരു ചെറിയൊരു ചെരിവുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഹെലിക്കൽ ഗിയർ എന്ന് പറയുന്നത്. ഹൈ സ്പീഡ് ആയിരിക്കും, അതുപോലെ തന്നെ ഹെവി ലോഡ് യൂസ് ചെയ്യുന്നുള്ളതും ഓർത്ത് വെക്കാം. അതുപോലെ തന്നെ വണ്ടികളിലെ ഗിയർ ബോക്സ്, സ്റ്റീം ടർബൈൻ, ഗ്യാസ് ടർബൈൻ എന്നിവയിലാണ് നമ്മൾ ഈ ഒരു ഹെലിക്കൽ ഗിയർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഹെലിക്കൽ ഗിയർ എന്ന് പറയുന്നത്? ടീത്ത് ആർ കട്ട് അറ്റ് ആൻ ആംഗിൾ, ഹെലിക്സ് ആംഗിൾ ആണ്. അതുപോലെ തന്നെ യൂസ്ഡ് ഫോർ ഹൈ സ്പീഡ് ആൻഡ് ഹെവി ലോഡ് അപ്ലിക്കേഷൻസിനാണ് യൂസ് ചെയ്യുക. പ്രൊഡ്യൂസർ സ്മൂത്ത് ആൻഡ് ക്വയറ്റ് ഓപ്പറേഷൻസ് ആണ്. ലെസ് വൈബ്രേഷൻസ് ദാൻ സ്പർ ഗിയർ ആണ്. യൂസ്ഡ് ഫോർ ഓട്ടോമൊബൈൽസ്, ഗിയർ ബോക്സ്, ടർബൈൻസ് ആൻഡ് റോളിംഗ് മിൽസിൽ എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളതാണ് ബിവൽ ഗിയർ. ബിവൽ ഗിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ഷാഫ്റ്റുകൾക്കിടയിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബിവൽ ഗിയർ യൂസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് പവർ ബിറ്റ്വീൻ ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഇതിന്റെ ടീത്ത് എന്ന് പറയുന്നത് ഒരു കോണിക്കൽ സർഫസ് ആയിരിക്കും. കോണിക്കൽ സർഫസിലായിരിക്കും ഇതിന്റെ ടീത്ത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഒരു കോണിക്കൽ സർഫസിലാണ് നിർമ്മിച്ചിട്ടിരിക്കുന്നത് എന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മളിത് യൂസ് ചെയ്യുന്നത് വെഹിക്കിൾസിന്റെ റിയർ ആക്സിലും അതുപോലെ തന്നെ ഡ്രില്ലിംഗ് മെഷീനിന്റെ വേർട്ടിക്കൽ സ്പിൻഡിലും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. എന്താണ് ബിവൽ ഗിയർ ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ? യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് പവർ ബിറ്റ്വീൻ ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റ്, ടീത്ത് ആർ കട്ട് ഓൺ കോണിക്കൽ സർഫസസ്, കോമൺ ഷാഫ്റ്റ് ആംഗിൾ ഈസ് 90 ഡിഗ്രി, അവൈലബിൾ ആസ് സ്ട്രെയിറ്റ്, സ്പൈറൽ ആൻഡ് ഹൈപ്പോയിഡ് ബിവൽ ഗിയേഴ്സ് ആണ്. ആപ്ലിക്കേഷൻ ഓട്ടോമൊബൈൽസ്, ഡിഫറൻഷ്യൽ, അതുപോലെ തന്നെ ഡ്രില്ലിംഗ് മെഷീൻസിലൊക്കെയാണ് നമ്മൾ ഈ ഒരു ബിവൽ ഗിയർ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് വോം ആൻഡ് വോം ഗിയർ ആണ്. വോം ആൻഡ് വോം ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലാർജ് സ്പീഡ് റിഡക്ഷൻ ആവശ്യമുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ഈ ഒരു വോം ആൻഡ് വോം ഗിയർ യൂസ് ചെയ്യുന്നത്. അതായത് ഇതിൽ ഡ്രൈവർ എന്ന് പറയുന്നത് വോം ഒരു സ്ക്രൂ പോലെയുള്ള ഭാഗമായിരിക്കും, ഡ്രിവൺ എന്ന് പറയുന്നത് ഒരു വോം വീലും ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇവിടെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ലേത്ത്, ഡ്രില്ലിംഗ് മെഷീന്, മില്ലിംഗ് മെഷീന്, സ്പീഡ് റെഡ്യൂസറിലൊക്കെ നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ്? കൺസിസ്റ്റ് ഓഫ് വോം, അതായത് സ്ക്രൂ ആൻഡ് വോം വീൽസ് ആണ്. ഷാഫ്റ്റ്സ് ആർ യൂഷ്വലി 90 ഡിഗ്രി ആൻഡ് ഡു നോട്ട് ഇന്റർസെക്ട് ആണ്. യൂസ്ഡ് ഫോർ ലാർജ് സ്പീഡ് റിഡക്ഷൻസ് ആണ്. പ്രൊവൈഡ് ഹൈ വെലോസിറ്റി റേഷ്യോ എന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ അപ്ലിക്കേഷൻസ് ലേത്ത്, ഡ്രില്ലിംഗ് മെഷീന്, മില്ലിംഗ് മെഷീന്, സ്പീഡ് റെഡ്യൂസേഴ്സിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം വോം വീലാണിത്, വോം ആണ്. അതുപോലെ തന്നെ ഇൻപുട്ട് ഷാഫ്റ്റ്, ഔട്ട്പുട്ട് ഷാഫ്റ്റ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കുക, ഇതിൽ വോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡ്രൈവർ ആണ് കേട്ടോ. നമ്മൾ വോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഡ്രൈവർ വരുന്നത്. അതുപോലെ തന്നെ വോം വീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഡ്രിവൺ വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഡ്രൈവർ ഡ്രിവൺ ഷാഫ്റ്റുകൾ 90 ഡിഗ്രിയിൽ കണക്ട് ചെയ്തിരിക്കും. പക്ഷെ ഇത് ക്രോസ് ചെയ്യുന്നില്ല, അതായത്
നോൺ ഇന്റർസെക്റ്റിംഗ് ആയിരിക്കും എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള ഒരു ഗിയർ ആണ് സ്പൈറൽ ഗിയർ അല്ലെ. സ്പൈറൽ ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പാരലൽ അല്ലാത്തതും അതുപോലെ തന്നെ ഇന്റർസെക്റ്റിംഗ് ചെയ്യാത്തതുമായ ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്പൈറൽ ഗിയർ യൂസ് ചെയ്യുന്നത്. അതായത് ടീത്തുകൾ തമ്മിൽ ഒരു പോയിന്റ് കോണ്ടാക്ട് മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ അല്ലെ. അതുകൊണ്ട് തന്നെ ചെറിയ പവർ ട്രാൻസ്മിഷൻ ആണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പം യൂസ്ഡ് ഫോർ നോൺ പാരലൽ ആൻഡ് നോൺ ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റ് ആണ്. ടീത്ത് ഹാവ് പോയിന്റ് കോണ്ടാക്ട് ആണ്. സ്യൂട്ടബിൾ ഫോർ സ്മോൾ പവർ ട്രാൻസ്മിഷൻ ആണ്. പിന്നെ അതുപോലെ തന്നെ ഓപ്പറേറ്റ് സ്മൂത്ത്ലി ആൻഡ് ക്വയറ്റ്ലി ആണ്. യൂസ്ഡ് ഫോർ ഷാഫ്റ്റ് ക്രോസ് അറ്റ് ആൻ ആംഗിൾ ആണെങ്കിൽ അവിടെയാണ് നമ്മൾ ഈ ഒരു സ്പൈറൽ ഗിയർ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാനുള്ളതാണ് റാക്ക് ആൻഡ് പിനിയൻ അല്ലെ. റാക്ക് ആൻഡ് പിനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോട്ടറി മോഷനെ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആയിട്ട് മാറ്റേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റാക്ക് ആൻഡ് പിനിയൻ യൂസ് ചെയ്യുന്നത്. അതായത് ഇതിന്റെ ചെറിയ ഗിയറിന് അതായത് ഇതാണ് പിനിയൻ വരുന്നത്. അതുപോലെ തന്നെ നേരായി ഒരു ടീത്ത് ഉള്ള ഭാഗത്തിന് നമ്മൾ റാക്ക് എന്നും പറയും. ഇത് റാക്കാണ്, ഇത് പിനിയൻ ആണ് എന്ന് ഓർത്ത് വെക്കുക. റാക്ക് എന്നത് എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റ് റേഡിയസ് ഉള്ള ഒരു സ്പർ ഗിയർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ എന്താണ് റോട്ടറി മോഷനെ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആക്കാനാണ് നമ്മൾ റാക്ക് ആൻഡ് പിനിയൻ യൂസ് ചെയ്യുന്നത്. എവിടെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാത്ത്, ഡ്രില്ലിംഗ് മെഷീന്, അതുപോലെ തന്നെ പ്ലാനർ മെഷീനിലൊക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഒന്നുകൂടെ പറയുകയാണെങ്കിൽ നോട്ട്സ് വായിച്ചു തരാം. റാക്ക് ആൻഡ് പിനിയൻ ഗിയർ കൺവേർട്ട് റോട്ടറി മോഷൻ ഇൻറ്റു ലീനിയർ മോഷൻ ആണ്. പിനിയൻ സ്മോൾ സർക്കുലർ ഗിയർ ആണ്. ഈ ഒരു സ്മോൾ സർക്കുലർ ഗിയർ റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രെയിറ്റ് ഗിയർ ടീത്ത് ആണ് വരുന്നത്. റാക്ക് ഈസ് കൺസിഡേർഡ് ആസ് എ ഗിയർ വിത്ത് ഇൻഫിനിറ്റ് പിച്ച് റേഡിയസ് ആണ്. ആപ്ലിക്കേഷൻസ് ലേത്ത്, ഡ്രില്ലിംഗ് മെഷീൻ, പ്ലാനർ, ഓട്ടോമൊബൈൽ, സ്റ്റിയറിംഗ് സിസ്റ്റം ഇവിടെയൊക്കെയാണ് വരുന്നത്. ഇതിന്റെ ഒരു ഇമേജും കൂടെ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു നേരിയ ഈ ഒരു ഭാഗം റാക്ക്, പിനിയൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു പോർഷൻ അല്ലെ, ചെറിയ ഗിയർ ആയിട്ടുള്ള പോർഷൻ ആണ് പിനിയൻ വരുന്നത്. ഈ ഒരു ടീത്ത് ഉള്ള പോർഷന് നമ്മൾ റാക്ക് എന്നും പറയും. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഇവിടെ അത് കാസ്റ്റ് ഗിയേഴ്സും മെഷീൻ ഗിയേഴ്സും ആണ്. കാസ്റ്റ് ഗിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ്ഡ് ഫ്രം പവറിംഗ് മോൾട്ടൺ മെറ്റൽ ഇൻടു എ മൗൾഡ് ആണ്. അതുപോലെ തന്നെ എക്കണോമിക്കൽ ഫോർ ലാർജ് സൈസ് ഗിയേഴ്സ്, ലോവർ ആക്യുറസി ആൻഡ് സർഫസ് ഫിനിഷിംഗ് അല്ലെ. നമുക്ക് മാനുഫാക്ചറിങ് ഓഫ് ഗിയറിംഗിലുള്ളത് കുറെ പ്രോസസ്സ് ഉണ്ടല്ലേ, കാസ്റ്റിംഗ്, ഫോർജിങ്, എക്സ്ട്രൂഷൻ, ബാങ്കിങ്, മെഷീനിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ മോൾട്ടൺ മെറ്റൽസ് മൗൾഡിലേക്ക് ഒഴിച്ചിട്ട് ഗിയർ നിർമ്മിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. മെഷീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഇപ്പൊ സാധാരണ ആയിട്ടുള്ള നിർമ്മാണ രീതിയിൽ, അതായത് ഗിയർ ജനറേറ്റിങ്ങും ഗിയർ ഫോം കട്ടിങ്ങും ഒക്കെ വരുന്നത് അല്ലെ. നിങ്ങൾ CNC മെഷീൻ ഒക്കെ കേട്ടിട്ടുണ്ടാവും. അതായത് നമ്മൾ കറക്റ്റ് പക്ക ആക്യുറസി വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ CNC മെഷീനിൽ വെച്ചിട്ട് ചെയ്യില്ല. നിങ്ങൾ സൈറ്റിലൊക്കെ ചിലപ്പം CNC മെഷീനിൽ കൊണ്ടുപോയിട്ട് ഇപ്പൊ ഇന്റീരിയേഴ്സിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലൊക്കെ അറിയാണ്ടായാലും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ CNC കട്ടൊക്കെ ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പം അതൊക്കെ ഇതിന് ഒരു എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പം കാസ്റ്റ് ഗിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ്ഡ് ബൈ പവറിംഗ് മോൾട്ടൺ മെറ്റൽ ഇൻടു എ മൗൾഡ് ആണ്. എക്കണോമിക്കൽ ഫോർ ലാർജ് സൈസ് ഗിയേഴ്സ് ആണ്. ലോ ആക്യുറസി ആൻഡ് സർഫസ് ഫിനിഷ്. മെഷീൻ ഗിയേഴ്സ് ആണെങ്കിൽ പ്രൊഡ്യൂസ്ഡ് ബൈ മെഷീനിങ് ഓപ്പറേഷൻസ് ആണ്. ഹൈ പ്രിസിഷൻ ആൻഡ് ആക്യുറസി ആണ്. യൂസ്ഡ് ഇൻ ഓട്ടോമൊബൈൽസ്, മെഷീൻ ടൂൾസ് ആൻഡ് പ്രിസിഷൻ എക്യുപ്മെന്റ്സിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതാണ് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് നോക്കി വെക്കുക. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഗിയർ ടൂത്ത് പ്രൊഫൈൽ ആണ്. ഗിയർ ടൂത്ത് പ്രൊഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയോ, നമ്മളുടെ ഈ ഒരു ഗിയറിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ലേ, ടൂത്ത് യൂസ് ചെയ്തിട്ടല്ലേ അത് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതിന് ശരിയായ പവർ ട്രാൻസ്മിഷൻ ഉറപ്പാക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അതായത് ടൂത്ത് പ്രൊഫൈൽ എൻഷുർ സ്മൂത്ത് ആൻഡ് യൂണിഫോം പവർ ട്രാൻസ്മിഷൻ. 2 മെയിൻ പ്രൊഫൈൽസ് ആണുള്ളത്, ഇൻവല്യൂട്ട് ടൂത്തും അതുപോലെ തന്നെ സൈക്ലോയിഡൽ ടൂത്തും അല്ലെ. അപ്പം മോഡറേറ്റ് ഗിയർ മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ ദ ഇൻവല്യൂട്ട് പ്രൊഫൈൽ ആണ്. അപ്പൊ അതായത് നമ്മളിപ്പോൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇൻവല്യൂട്ട് പ്രൊഫൈൽ ആണ്. അതിന്റെ അഡ്വാൻറ്റേജസ് വരുന്നത് ഫേസ്, ഫ്ലാങ്ക് അതൊക്കെ ഒരു കണ്ടിന്യൂസ് കേർവ് ആണ് വരുന്നത്. പ്രഷർ ആംഗിൾ സ്ഥിരമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു പിച്ച് സർക്കിൾ അല്പം മാറിയാലും വെലോസിറ്റി റേഷ്യോ മാറൂല എന്നുള്ളതും ഇതിന്റെ ഒരു അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഒരേ പിച്ച്, പ്രഷർ ആംഗിളുള്ള എല്ലാ ഗിയറുകളും പരസ്പരം പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ ഒരു ഇൻവല്യൂട്ട് ടൂത്തിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. മറിച്ച് നമ്മൾ ഈ ഒരു സൈക്ലോയിഡൽ ടൂത്തിലേക്ക് വരികയാണെങ്കിലോ കറക്റ്റ് ടൂത്ത് പ്രൊഫൈൽ മെയിൻറ്റെയിനിങ് കോൺസ്റ്റന്റ് വെലോസിറ്റി റേഷ്യോ. ഇനി നമുക്ക് ഇൻവല്യൂട്ട് ടൂത്തും സൈക്ലോയിഡ് ടൂത്തും അല്ലെ. ഇൻവല്യൂട്ട് ടൂത്തിന്റെ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളും സൈക്ലോയിഡ് ടൂത്തിലേക്ക് വരുന്ന സമയത്ത് എന്താണ് വരിക, ഇപ്പം അധികം
യൂസ് ചെയ്യാത്ത ടൈപ്പ് ഓഫ് ടൂത്ത് ആണ് നമ്മൾ ഈ ഒരു സൈക്ലോയിഡൽ ടൂത്ത് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അപ്പം ഇവിടെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇൻവല്യൂട്ട് ടൂത്ത് ആണ്, മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഗിയർ ടൂത്ത് പ്രൊഫൈൽ ആണ്, ഈസി ടു മാനുഫാക്ചർ, കോൺസ്റ്റന്റ് പ്രഷർ ആംഗിൾ, സ്മൂത്ത് ആൻഡ് ആക്യുറേറ്റ് മോഷൻ ആണ്, സ്യൂട്ടബിൾ ഫോർ ഹൈ സ്പീഡ് ഗിയേഴ്സ് ആണ്. സൈക്ലോയിഡൽ ടൂത്ത് ആണെങ്കിൽ സ്പെഷ്യൽ മെക്കാനിസം ആണ്, ലാർജ്ലി റീപ്ലേസ്ഡ് ബൈ ഇൻവല്യൂട്ട്സ് ഗിയേഴ്സ് ഇൻ മോഡേൺ എഞ്ചിനീയറിംഗ് എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. പിന്നെ അതിന്റെ കുറച്ച് ഇമേജസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും ാണ് നമുക്ക് തിയറി പോർഷൻ നോക്കാനുള്ളത് മൊഡ്യൂൾ 4-ലുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. അല്ല നിങ്ങൾക്ക് ഇത് പോരാ, ഇതിലും കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സും കാര്യങ്ങളും അതുപോലെ തന്നെ സബ്ജക്ട് വൈസ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആവശ്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ സിവോറ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ആപ്പ് നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ട്രയൽ പ്ലാനിൽ 1 ഡേ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വെറും 29 രൂപ മാത്രമേ ട്രയൽ പ്ലാനിൽ വരുന്നുള്ളൂ. എന്നിട്ട് തന്നെ നിങ്ങൾക്ക് മന്ത്ലി പ്ലാൻ ആയിട്ടും 3 മന്തും 6 മന്തും 1 ഇയർ പ്ലാൻ ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ആപ്പിനകത്ത് ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് തിയറി നോട്ട്സ് ഉണ്ട്. ആ നോട്ട്സിന്റെ ഒക്കെ തന്നെ സെയിം ക്വിക്ക് റിവിഷൻ നോട്ട്സ് അവൈലബിൾ ആണ്. സബ്ജക്ട് വൈസ് MCQs നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു ഗിയറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഗിയർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് MCQസും അതുപോലെ തന്നെ ബെൽറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് MCQസും ഒക്കെ നിങ്ങൾക്ക് സെപ്പറേറ്റ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് കൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ എക്സ്ട്രാ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ടുഡേസ് ടാസ്ക് വെച്ചിട്ട് നമ്മൾ മോണിറ്ററിങ് ചെയ്ത് നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് തരുന്നതാണ്. ഇപ്പൊ നിങ്ങൾ ഓൾറെഡി പഠിച്ച ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നിങ്ങൾ ഓവർ ഫോഴ്സ് ചെയ്തിട്ടല്ലാണ്ട് നിങ്ങളിപ്പോ എങ്ങനെയാണോ ഫോളോ ചെയ്തിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് സ്റ്റഡി ചെയ്യാൻ എന്ത് ഹെൽപ്പും നമ്മളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നതാണ് ഇത്. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡ് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു സിവോറ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മളുടെ ക്ലാസ് റിലേറ്റഡ് ഡൗട്ട്സ് ആണെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ബെൽറ്റ് ഡ്രൈവ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് പവർ ബിറ്റ്വീൻ ഓപ്ഷൻ എ 2 ഷാഫ്റ്റ്, ഓപ്ഷൻ ബി 2 ഗിയേഴ്സ്, ഓപ്ഷൻ സി 2 ബിയറിംഗ്, ഓപ്ഷൻ ഡി 2 കപ്ലിംഗ്. അല്ലെ, എന്താണ് ബെൽറ്റ് ഡ്രൈവ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് പവർ ബിറ്റ്വീൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ഷാഫ്റ്റുകൾ തമ്മിലാണ് അല്ലെ. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് പോർഷൻസ് പഠിച്ചപ്പോൾ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഇൻ കേസ് ഇത്രയും നമ്മൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾ ക്ലാസ്സുകൾ ഒന്ന് ഓടിച്ചിട്ട് കേൾക്കുക. ഒരു 2-3 പ്രാവശ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് സിമ്പിൾ ആയിട്ട് തന്നെ തോന്നും. എന്നിട്ട് നിങ്ങൾ ഈ ഒരു വർക്ക്ഔട്ട് സെക്ഷനിലേക്ക് വരാം കേട്ടോ. അതായത് നിങ്ങൾ ആപ്പ് ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ഇതിലൂടെ മാത്രം പഠിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ സെറ്റ് ആവുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് വിച്ച് ബെൽറ്റ് ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ് മോഡറേറ്റ് പവർ ഓവർ ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ ഓപ്ഷൻ എ വി ബെൽറ്റ്, ഓപ്ഷൻ ബി ഫ്ലാറ്റ് ബെൽറ്റ്, ഓപ്ഷൻ സി സർക്കുലർ ബെൽറ്റ്, ഓപ്ഷൻ ഡി ടൈമിംഗ് ബെൽറ്റ്. അപ്പം ഏതാണ് ആൻസർ വരുന്നത്? വിച്ച് ബെൽറ്റ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് മോഡറേറ്റ് പവർ ഓവർ ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഫ്ലാറ്റ് ബെൽറ്റ് ആണ് എന്നുള്ളത് നോക്കി വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3 വരുന്നത് സർക്കുലർ റോപ്പ് ബെൽറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് വെൻ ദ പുള്ളി ഡിസ്റ്റൻസ് ഈസ് ഓപ്ഷൻ എ ലെസ് ദാൻ 2 മീറ്റർ, ഓപ്ഷൻ ബി ലെസ് ദാൻ 5 മീറ്റർ, ഓപ്ഷൻ സി മോർ ദാൻ 5 മീറ്റർ, ഓപ്ഷൻ ഡി എക്സാക്ട്ലി 1 മീറ്റർ. അല്ലെ, ഏതാണ് സർക്കുലർ റോപ്പ് ബെൽറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് വെൻ ദ പുള്ളി ഡിസ്റ്റൻസ് ഈസ് എത്രയാണ്? മോർ ദാൻ 5 മീറ്റർ. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കുകയാണെങ്കിൽ വിച്ച് മെറ്റീരിയൽ ഈസ് മോസ്റ്റ്ലി കോമൺലി യൂസ്ഡ് ഫോർ ഫ്ലാറ്റ് ബെൽറ്റ്. അല്ലെ, ഏതായിരുന്നു നമ്മൾ യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഓപ്ഷൻ എ റബ്ബർ, ഓപ്ഷൻ ബി ലെതർ, ഓപ്ഷൻ സി നൈലോൺ, ഓപ്ഷൻ ഡി പ്ലാസ്റ്റിക്. അല്ലെ, നമ്മള് ഫ്ലാറ്റ് ബെൽറ്റിൽ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതായിരുന്നു? ഓപ്ഷൻ ബി ലെതർ ആണ് അല്ലെ. അപ്പം ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. നമ്മൾ പറയുന്ന കുറച്ച് സ്പീഡായി പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ വീഡിയോ ക്വസ്റ്റ്യൻ കേട്ടപാട് പോസ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. എന്നിട്ട് നിങ്ങൾ ആൻസറിലേക്ക് വരിക. നിങ്ങൾക്ക് ഡിലേ വരുത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ മാക്സിമം സ്പീഡിൽ വരുന്നത്. അല്ലെങ്കിൽ വീഡിയോ കുറച്ചൊരു സ്പീഡ് കുറച്ചിട്ട് കണ്ടാലും മതി. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ 5ലേക്ക് നോക്കുകയാണെങ്കിൽ സ്ലിപ്പ് ഇൻ എ ബെൽറ്റ് ഡ്രൈവ് റിസൾട്ട് ഇൻ ഓപ്ഷൻ എ ഇൻക്രീസ് ഇൻ എഫിഷ്യൻസി, ഓപ്ഷൻ ബി ഇൻക്രീസ് ഇൻ വെലോസിറ്റി റേഷ്യോ, ഓപ്ഷൻ സി റെഡ്യൂസ് ഇൻ വെലോസിറ്റി റേഷ്യോ, ഓപ്ഷൻ ഡി നോ എഫക്റ്റ്. സ്ലിപ്പ് ഇൻ ബെൽറ്റ് ഡ്രൈവ് റിസൾട്ട് ഇൻ ഏതാണ്
ആൻസർ വരുന്നത് ഓപ്ഷൻ സി റിഡക്ഷൻ ഇൻ വെലോസിറ്റി റേഷ്യോ ആണ് ആൻസർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. ദ ആംഗിൾ സബ്സ്റ്റൻഡഡ് ബൈ ദ ബെൽറ്റ് ഓൺ ദ സ്മോളർ പുള്ളി ഈസ് കോൾഡ്. ഓപ്ഷൻ എ പ്രഷർ ആംഗിൾ, ഓപ്ഷൻ ബി ആർക്ക് ഓഫ് കോണ്ടാക്ട്, ഓപ്ഷൻ സി പിച്ച് ആംഗിൾ, ഓപ്ഷൻ ഡി ഹെലിക്സ് ആംഗിൾ. അല്ലെ, ദ ആംഗിൾ സബ്സ്റ്റൻഡഡ് ബൈ ബെൽറ്റ് ഓൺ ദ സ്മോളർ പുള്ളി ഈസ് കോൾഡ് ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് അല്ലെ, ആർക്ക് ഓഫ് കോണ്ടാക്ട് ആണ് അല്ലെ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 7ലേക്ക് വരുന്ന സമയത്ത് വിച്ച് ബെൽറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ സോ മിൽ ആൻഡ് പേപ്പർ മിൽസ്? ഓപ്ഷൻ എ ലെതർ ബെൽറ്റ്, ഓപ്ഷൻ ബി റബ്ബർ ബെൽറ്റ്, ഓപ്ഷൻ സി കോട്ടൺ ബെൽറ്റ്, ഓപ്ഷൻ ഡി ബാലറ്റ ബെൽറ്റ്. ഏതാണ് വിച്ച് ബെൽറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ സോ മിൽസ് ആൻഡ് പേപ്പർ മിൽസ്? അല്ലെ, സോ മിൽസിനും പേപ്പർ മിൽസിനും നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ബെൽറ്റ് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? റബ്ബർ ബെൽറ്റ് ആണ് അല്ലെ. അതൊക്കെ നിങ്ങൾ ഷോർട്ട് നോട്ടിൽ എഴുതി വെക്കുക, എങ്കിലേ നിങ്ങൾക്ക് ഇതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഇത് കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മൾ പറഞ്ഞിട്ടുള്ളതില്ലേ കുറച്ചുകൂടെ മേലെ കൂടെ മനസ്സിലാവുന്ന കാര്യങ്ങളും എഴുതി വെച്ചിട്ട് നിങ്ങൾ നോക്കിയാൽ പഠിക്കേണ്ട കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പം ഇതൊക്കെ ഒന്ന് എഴുതി വെച്ച് തന്നെ പഠിക്കുക. ഇൻ കേസ് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മാർക്ക് പോലും നിങ്ങൾ മിസ്സാവാതെ ആൻസർ ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 8ലേക്ക് പോയി കഴിഞ്ഞാൽ ദ ഗിയർ വിച്ച് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഓൺ ഹെവി മെഷീനറി ഏതാണ്? ഓപ്ഷൻ എ ഹെറിംഗ് ബോൺ ഗിയർ, ഓപ്ഷൻ ബി ബിവൽ ഗിയർ, ഓപ്ഷൻ സി ഹെലിക്കൽ ഗിയർ, ഓപ്ഷൻ ഡി സ്പർ ഗിയർ. ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ ഹെവി മെഷീനറി? ഓപ്ഷൻ എ ഹെറിംഗ് ബോൺ ഗിയർ ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 9ലേക്ക് പോയി കഴിഞ്ഞാൽ വിച്ച് ഗിയർ ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് റൊട്ടേഷണൽ മോഷൻ ഇൻടു ലീനിയർ മോഷൻ? അല്ലെ, ഓപ്ഷൻ എ റാക്ക് ആൻഡ് പിനിയൻ ഗിയർ, ഓപ്ഷൻ ബി ബിവൽ ഗിയർ, ഓപ്ഷൻ സി സ്പർ ഗിയർ, ഓപ്ഷൻ ഡി ഹെലിക്കൽ ഗിയർ. അല്ലെ, വിച്ച് ഗിയർ ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് റൊട്ടേഷണൽ മോഷൻ ഇൻടു ലീനിയർ മോഷൻ? ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്, റാക്ക് ആൻഡ് പിനിയൻ ഗിയർ ആണ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 10 കാസ്റ്റ് ഗിയേഴ്സ് ആർ മാനുഫാക്ചർഡ് ബൈ? ഓപ്ഷൻ എ മില്ലിംഗ്, ഓപ്ഷൻ ബി ഫോർജിംഗ്, ഓപ്ഷൻ സി കാസ്റ്റിംഗ് മോൾട്ടൺ മെറ്റൽ ഇൻടു മൗൾഡ്, ഓപ്ഷൻ ഡി ഗ്രൈൻഡിങ്. അല്ലെ, കാസ്റ്റ് ഗിയേഴ്സ് എങ്ങനെയാ മാനുഫാക്ചർ ചെയ്യാന്ന് പറഞ്ഞത്? നമ്മൾ മോൾട്ടൺ മെറ്റൽ ഉരുക്കിയിട്ട് അല്ലെ. അതോടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി കാസ്റ്റിംഗ് മോൾട്ടൺ മെറ്റൽ ഇൻടു മൗൾഡ് ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 11ലേക്ക് പോവുകയാണെങ്കിൽ CNC മെഷീൻ ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ മാനുഫാക്ചറിംഗ് ഗിയേഴ്സ് വിത്ത്? ഓപ്ഷൻ എ ലോ കോസ്റ്റ് ഓൺലി, ഓപ്ഷൻ ബി ഹൈ പ്രിസിഷൻ ആൻഡ് ആക്യുറസി, ഓപ്ഷൻ സി ലാർജ് സൈസ് ഓൺലി, ഓപ്ഷൻ ഡി ലോ സ്ട്രെങ്ത്. അല്ലെ, CNC മെഷീൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, നമ്മൾ ചെറിയ പോയിന്റ്സ് മൈന്യൂട്ട് പ്രിസിഷൻ ഉള്ള വർക്കുകൾക്ക് വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ എന്താണ്? ഹൈ പ്രിസിഷൻ വർക്കിനാണ് അല്ലെ. ഓപ്ഷൻ ബി ആണ്, ഹൈ പ്രിസിഷൻ ആൻഡ് ആക്യുറസി ഉള്ള വർക്കിലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് വിച്ച് ആർ ദ ടു കോമൺലി യൂസ്ഡ് ഗിയർ ടൂത്ത് പ്രൊഫൈൽ? അല്ലെ, അപ്പം നമുക്ക് ആൻസറിലേക്ക് പോവാം. അപ്പം താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് കോമൺലി യൂസ്ഡ് ഗിയർ ടൂത്ത് പ്രൊഫൈൽ ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ചെറിയൊരു ഇതാണ്. അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷനിൽ നോക്കുന്ന സമയത്ത് ഓപ്ഷൻ എ സ്ട്രെയിറ്റ് ആൻഡ് സ്പൈറൽ, ഓപ്ഷൻ ബി ഇൻവല്യൂട്ട്സ് ആൻഡ് സൈക്ലോയിഡ്, ഓപ്ഷൻ സി സ്പോർ ആൻഡ് ഹെലിക്കൽ, ഓപ്ഷൻ ഡി വോം ആൻഡ് ബിവൽഡ്. അല്ലെ, ഏതാണത്? ടു കോമൺലി യൂസ്ഡ് ഗിയർ ടൂത്ത് പ്രൊഫൈൽസ് ആണ് അല്ലെ. ഏതാണ് കോമൺലി യൂസ്ഡ് ഗിയർ ടൂത്ത് പ്രൊഫൈൽസ്? ഇൻവല്യൂട്ട് ആൻഡ് സൈക്ലോയിഡ്. അല്ലെ, ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഷെയർ ചെയ്യാനുള്ളത്. അപ്പൊ എന്തെങ്കിലും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ കമന്റ് സെക്ഷനിൽ ഷെയർ ചെയ്യുക. പറ്റുകയാണെങ്കിൽ നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ അതിൽ ആൻസർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ. അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ മൈൻഡിലെങ്കിലും നിങ്ങൾ പറയുക, അല്ലെങ്കിൽ ഉറക്കനെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക എന്നതാണ് അല്ലേ. എന്നിട്ട് നിങ്ങൾ റൂമിലൊക്കെ ഇരുന്ന് ഒറ്റയ്ക്കിരുന്ന് പഠിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കുക അല്ലേ. അപ്പം നിങ്ങളുടെ ബ്രെയിനിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ അവിടെ ഫിക്സഡ് ആയിട്ട് നിൽക്കുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ ഇപ്പോൾ നമ്മൾ ലൈക്കെങ്കിലും ചെയ്യുക. അങ്ങനെയാണെങ്കിലാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് ഈ വീഡിയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം നിങ്ങൾ എത്രത്തോളം നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്ന അത്രത്തോളം നമുക്ക് ഇപ്പം പോസിറ്റീവ്സ് ആണെങ്കിൽ നെഗറ്റീവ്സ് ആണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്തെങ്കിലേ നിങ്ങളിലേക്ക് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ക്ലാസ്സസ് നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അല്ലെ. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഒരുപാട് ആളുകളുടെ സജഷൻ പ്രകാരമാണ് നമ്മളിപ്പോൾ ഒരു ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പൊ അതുപോലെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോവുക. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള എന്ത് ഹെൽപ്പും നമ്മളുടെ ആപ്പിന്റെ ഭാഗത്തുനിന്നും നമ്മളുടെ ഈ ഒരു ചാനലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നതാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് സെക്ഷനിൽ ആപ്പ് റിലേറ്റ് ചെയ്തിട്ടാണെങ്കിലും ക്ലാസ് റിലേറ്റുള്ള പോർഷൻസിനെ റിലേറ്റ് ചെയ്തിട്ടാണെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക, നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓരോ പോർഷൻസും പഠിക്കുന്ന സമയത്ത് സിലബസും കൂടെ വെച്ചിട്ട് നന്നായിട്ട് നോക്കിയിട്ട് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് തന്നെ പഠിക്കുക. നിങ്ങളൊരു ദിശയ്ക്ക് പഠിച്ചു പോവുക, സിലബസ് ഒരു സൈഡിലേക്ക് പോവുക, അങ്ങനത്തെ രീതിയിലാവരുത്. നമുക്ക് പഠിക്കുമ്പം ഒരുപാട് തിയറീസ് പഠിക്കാനുണ്ട്. സിവിൽ ആണെങ്കിലും അതുപോലെ നിങ്ങൾ KW പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും LSTDക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും സിലബസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും
രണ്ടും എൻറ്റയർലി ഡിഫറെൻറ്റ് സിലബസ് ആണ്. കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന മാർക്സും ആൻഡ് ഏരിയാസും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഏത് എക്സാമിനാണോ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അതിലുള്ള സിലബസിലുള്ള പോർഷൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്തായാലും വർക്കൗട്ട് ചെയ്യാം. മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. അതുപോലെ തന്നെ സബ്ജക്റ്റ് വൈസ് ഓരോ സബ്ജക്റ്റിനെയും നിങ്ങൾ തറവാക്കാൻ സബ്ജക്റ്റ് വൈസ് MCQസും വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, എല്ലാവരും നന്നായിട്ട് തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.